നമ്മളിപ്പോൾ 4 ഡിഫറെൻറ്റ് ബയോമുകൾ ഇന്ത്യയിൽ തന്നെ കാണുന്നത് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ബയോമുകളിലുള്ള റീജിയണലായിട്ടും ലോക്കലായിട്ടും കാണുന്ന വേരിയേഷൻസ് കാരണമാണ് ഡിഫറെൻറ്റ് അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റുകൾ കാണുന്നത് നമ്മൾ പറഞ്ഞു. സോ ഓരോ ബയോമിലുമുള്ള ഈ വേരിയേഷൻസിൽ കാരണമാണ് ഡിഫറെൻറ്റ് ഹാബിറ്ററ്റുകളായിട്ട് കാണുന്നത്. സോ നമ്മുടെ ലൈഫ്, ഈ പ്ലാനറ്റ് ഓഫ് എർത്തിൽ കാണുന്ന ലൈഫ് ഫോംസുകൾ അത് ഫേവറബിൾ ഹാബിറ്ററ്റിൽ മാത്രമല്ല കാണുന്നത്, ഒരുപാട് എക്സ്ട്രീമായിട്ടുള്ള ഹാർഷായിട്ട് ഹാബിറ്ററ്റുകളിലും കാണുന്നുണ്ട്. സോ അനുകൂലമായിട്ടുള്ള പരിതസ്ഥിതികളിൽ മാത്രമല്ല, അതല്ലാത്ത പരിതസ്ഥിതികളിലും ഒരുപാട് ലൈഫ് ഫോംസിനെ നമുക്ക് ഈ എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റിൽ കാണാൻ സാധിക്കും. സോ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ലൈഫ് എക്സിസ്റ്റ് ഇൻ എക്സ്ട്രീം ആൻഡ് ഹാർഷ് ഹാബിറ്റ്. ഈ ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് എക്സ്ട്രീമും അതുപോലെ ഹാർഷായിട്ടുള്ള ഹാബിറ്ററ്റുകളിലും കാണുന്നുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിളുകളാണ് പറയുന്നത്. സ്ക്രോച്ചിങ് രാജസ്ഥാൻ ഡെസേർട്ട് ലൈഫ് ഫോംസ് കാണുന്ന ചില ഹാബിറ്ററ്റുകളാണ്. അത് അഡാപ്റ്റബിൾ ആയിട്ടുള്ളതല്ല, നമ്മൾക്ക് ഭയങ്കര അൺഫേവറബിൾ ആയിട്ടുള്ള ഹാബിറ്ററ്റുകളിൽ വളരെ അനുകൂലമല്ലാത്ത പരിതസ്ഥിതികളിൽ കാണുന്ന ഹാബിറ്ററ്റുകളാണ് ഇവിടെ പറയുന്നത്. എക്സ്ട്രീമായിട്ടുള്ള അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള ഹാബിറ്ററ്റുകൾ അവിടെയും ലൈഫ് ഫോംസ് കാണുന്നു. അതിലൊന്നാണ് സ്ക്രോച്ചിങ് രാജസ്ഥാൻ ഡെസേർട്ട്. സ്ക്രോച്ചിങ് രാജസ്ഥാൻ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന രാജസ്ഥാൻ മരുഭൂമി. സോ രാജസ്ഥാൻ മരുഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഹോട്ടായിരിക്കും. സോ ആ രാജസ്ഥാൻ മരുഭൂമി, അത്രയും പൊള്ളുന്ന രാജസ്ഥാൻ മരുഭൂമികളിലും ലൈഫ് ഫോംസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നു. പിന്നെ പറയുന്നത് റെയിൻ സോക്ഡ് മേഘാലയ ഫോറസ്റ്റ്. റെയിൻ സോക്ഡ് മേഘാലയ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് മഴ ലഭിക്കുന്ന മേഘാലയയിലെ വനങ്ങൾ. സോ അവിടെയും ലൈഫ് ഫോംസ്, എപ്പോഴും മഴ ലഭിക്കുന്ന സ്ഥലം അവിടെയാണ്. ഈ പറഞ്ഞ മേഘാലയയിലെ വനങ്ങളിലും ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ലൈഫ് ഫോംസുകൾ കാണുന്നു. സോ റെയിൻ സോക്ഡ് മേഘാലയ ഫോറസ്റ്റ്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മഴ ലഭിക്കുന്ന മേഘാലയയിലെ വനങ്ങൾ. പിന്നെ പറയുന്നത് ഡീപ്പ് ഓഷ്യൻ ട്രെഞ്ചസ്. ഡീപ്പ് ഓഷ്യൻ ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ ആഴക്കടൽ തോടുകൾ. സോ ഭയങ്കര ഡീപ്പായിട്ട് കാണുന്ന ഓഷ്യൻ, അതാണ് അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ളത്. അവിടെ അതിൻ്റെ ആഴത്തിൽ, ഓഷ്യൻ്റെ ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന തോടുകൾ. സോ ആഴക്കടൽ, കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള തോടുകളിലും എന്നുണ്ട്, ആഴക്കടൽ തോടുകളിലും എന്നുണ്ട് ഡീപ്പ് ഓഷ്യൻ ട്രെഞ്ചസ്, അതാണ് ആ തോടുകൾ എന്ന് വെച്ചാൽ അവിടെയും ലൈഫ് ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ടൊറൻഷ്യൽ സ്ട്രീം. ടൊറൻഷ്യൽ സ്ട്രീം എന്ന് പറയുന്നത് കുത്തി ഒഴുകുന്ന അരുവികൾ. അരുവികൾ ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ പേമാരി പോലെ ഉള്ള അരുവികളാണ്, പേമാരി അരുവികൾ എന്ന് പറയും. അത്ര ശക്തമായിട്ട് ഒഴുകുന്ന അരുവികളുള്ള സ്ഥലങ്ങളിലും എന്തുണ്ട്, ലൈഫ് ഫോംസ് ഉണ്ട്. ടൊറൻഷ്യൽ സ്ട്രീമുകളിൽ അത്ര കുത്തി ഒഴുകുന്ന അരുവികളുള്ളത്. പിന്നെ പറയുന്നത് ഫ്രോസ്റ്റ് പോളാർ റീജിയൻ. ഫ്രോസ്റ്റ് പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉറഞ്ഞ മഞ്ഞിങ്ങനെ ഉറഞ്ഞു നിൽക്കുന്ന ധ്രുവപ്രദേശങ്ങൾ, ഉറഞ്ഞ മഞ്ഞുള്ള ധ്രുവപ്രദേശങ്ങൾ, അതാണ് ഫ്രോസ്റ്റ് പോളാർ റീജിയൻസ്. അത്രയും മഞ്ഞ് ഉറഞ്ഞു നിൽക്കുന്ന ധ്രുവപ്രദേശങ്ങളിലും ലൈഫ് ഫോംസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ മൗണ്ടൻ ടോപ്പ്, ഉയർന്ന മലമുകളിലും ലൈഫ് ഫോംസ് ഉണ്ട്. അതുപോലെ ബോയിലിംഗ് തെർമൽ സ്പ്രിങ്സ്. ബോയിലിംഗ് തെർമൽ സ്പ്രിങ്സ് എന്ന് പറയുന്നത് തിളയ്ക്കുന്ന അരുവികൾ. സോ അരുവികൾ ഇങ്ങനെ തിളച്ച് പറയുന്ന അവിടെയും ആ ഹാബിറ്ററ്റിലും ലൈഫ് ഫോംസുകളുണ്ട്. അതുപോലെ സ്റ്റിങ്കിങ് കമ്പോസ്റ്റ് പിറ്റ്. സോ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം വളമുണ്ടാക്കുന്ന, അങ്ങനെയുള്ള ഉണ്ടാക്കുന്ന കുഴികളാണ് കമ്പോസ്റ്റ് പിറ്റ് എന്ന് പറയുന്നത്. കമ്പോസ്റ്റ് പിറ്റ് എന്ന് പറഞ്ഞാൽ വളക്കുഴികളാണ്, വളങ്ങൾ നിർമ്മിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പറയില്ലേ, അത് നിർമ്മിക്കുന്ന ആ കുഴികളാണ് കമ്പോസ്റ്റ് പിറ്റ്. അവിടെ സ്റ്റിങ്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുർഗന്ധം വമിക്കുന്നത്, അത്രയും ബാഡ് സ്മെല്ല് വരുന്ന ദുർഗന്ധം വമിക്കുന്ന വളക്കുഴികളിലും, അതായത് സ്റ്റിങ്കിങ് കമ്പോസ്റ്റ് പിറ്റുകളിലും അതിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് ഫോംസുകളുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ബോഡിയിൽ ഇൻഡസ്റ്റൈനിലും ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. സോ നമുക്ക് ചിന്തിക്കുന്നതിനും അത്രയും അപ്പുറത്ത് ഒരുപാട് ഡിഫറെൻറ്റ് ഹാർഷായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള ഹാബിറ്ററ്റുകളിലും ലൈഫ് ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഫേവറബിളായിട്ടുള്ള കുറച്ച് ഫേവറബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, ഹാബിറ്ററ്റിൽ മാത്രമല്ല, എക്സ്ട്രീം ഹാർഷായിട്ടുള്ള ഇതുപോലെയുള്ള ഹാബിറ്ററ്റുകളിലും ലൈഫ് ഫോംസ് ഉണ്ട്. സ്ക്രോച്ചിങ് രാജസ്ഥാൻ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന രാജസ്ഥാൻ മരുഭൂമി.
റെയിൻ സോക്ഡ് മേഘാലയ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി മഴ ലഭിക്കുന്ന മേഘാലയയിലെ വനങ്ങൾ. ഡീപ്പ് ഓഷ്യൻ ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ ആഴക്കടൽ തോടുകൾ. ടൊറൻഷ്യൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ കുത്തിയൊഴുകുന്ന അരുവികൾ. പെർമാഫ്രോസ്റ്റ് പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഉറഞ്ഞ മഞ്ഞുള്ള ധ്രുവപ്രദേശങ്ങൾ. ഹൈ മൗണ്ടൻ ടോപ്സ് എന്ന് പറഞ്ഞാൽ ഉയർന്ന മലമുകളുകൾ. അതുപോലെ ബോയിലിംഗ് തെർമൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്ന അരുവികൾ. സ്റ്റിങ്കിങ് കമ്പോസ്റ്റ് പിറ്റ് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന കൂട്ട് വളക്കുഴികൾ. അതുപോലെ നമ്മുടെ ബോഡിയിലെ ഇൻഡസ്ട്രൈനിലും അടക്കം ഒരുപാട് ലിവിങ് ഓർഗാനിസംസ്, ലൈഫ് ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ലൈഫ് ഫോംസിന്, ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം ഓരോ ഡിഫറെൻറ്റ് ഹാബിറ്ററ്റിൽ, ഈവൺ അത് എക്സ്ട്രീം ഹാർഷ് ഹാബിറ്ററ്റ് ആയാലും ഓരോ ലൈഫ് ഫോംസിനെയും എക്സിസ്റ്റ് ചെയ്യാനുള്ള അവർക്ക് വേണ്ട കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ പറഞ്ഞ അബയോട്ടിക് അല്ലെങ്കിൽ ഫിസിക്കോ കെമിക്കൽ ഫാക്ടേഴ്സ് മാത്രം, കണ്ടീഷൻസ് മാത്രമല്ല അവർക്ക് വേണ്ടത്, അവർക്ക് ബയോട്ടിക് ഫാക്ടേഴ്സും വേണം. സോ ഒരു ഓർഗാനിസത്തിന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനെ അവിടെ നിലനിൽക്കാൻ സഹായിക്കുന്ന കീ എലമെൻസുകൾ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ടാവും. അതിൽ അബയോട്ടിക് ആണ് മേജറായിട്ട് പറയുന്ന ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ്, സോയിൽ. തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കോ കെമിക്കൽ ഫാക്ടേഴ്സ് ഒരു ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാനുള്ളതാണ് ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ്, സോയിൽ. അതുമാത്രം പോരാ, അവർക്ക് മറ്റ് ബയോട്ടിക് ഓർഗാനിസവുമായിട്ട്, ലിവിങ് ഓർഗാനിസവുമായുള്ള ഇൻട്രാക്ഷൻസും ഉണ്ടായിരിക്കും. സോ ഇൻട്രാക്ഷൻസ് പാത്തജൻ, പാരസൈറ്റ്, പ്രിഡേറ്റേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ് പോലെ ബയോട്ടിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസ് ഉണ്ടാകും. സോ ഫാക്ടേഴ്സ്, ബയോട്ടിക് ഫാക്ടേഴ്സ്, ലിവിങ് ഫാക്ടേഴ്സ്, അബയോട്ടിക് നോൺ ലിവിങ് ഫാക്ടേഴ്സ്. ഈ ബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പറയുന്ന ഈ കീ എലമെൻറ്റ്സ്. ആ കീ എലമെൻറ്റ്സ് കാരണമാണ് ഒരു ഓർഗാനിസം ഓരോ പെർട്ടിക്കുലർ ഹാബിറ്ററ്റിലും സർവൈവ് ചെയ്യാനായിട്ടുള്ള കാരണം. സോ ഓരോ സ്പീഷീസിനും ഒരു സ്പെസിഫിക് ഹാബിറ്ററ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് പാർട്ട് ഉണ്ടായിരിക്കും. അത് ജീവിക്കുന്ന ഒരു സ്പെസിഫിക് പാർട്ട് ഉണ്ടാവും ഒരു കമ്മ്യൂണിറ്റിയിൽ. ഓരോ സ്പീഷീസും അതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതിന് ഒരു സ്പെസിഫിക് പാർട്ട് ഉണ്ടാവും. അതിനെ നമ്മൾ ഹാബിറ്ററ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ആ ഹാബിറ്ററ്റിൽ അതിന് ഓരോ സ്പെസിഫിക് ഫങ്ഷനും ഉണ്ടായിരിക്കും. സോ ഓരോ സ്പീഷീസിനും അത് ജീവിക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്പെസിഫിക് പാർട്ട് ഉണ്ടാവും, അതാണ് ഹാബിറ്ററ്റ്. അതിന് അതിൻ്റേതായ ഒരു സ്പെസിഫിക് ഫങ്ഷനും ഉണ്ടായിരിക്കും. സോ ഒരു ഹാബിറ്ററ്റും ഫങ്ഷനും, ഒരു ഓർഗാനിസത്തിൻ്റെ ഹാബിറ്ററ്റും ഫങ്ഷനും കൂടി ചേരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് നിഷ്. അതിനെ വിളിക്കുന്ന പേരാണ് നിഷ്. ഒരു ഓർഗാനിസത്തിൻ്റെ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിൽ ഓർഗാനിസത്തിൻ്റെ ആ ഒരു സ്പെസിഫിക് പാർട്ട്, ഏരിയ, അതാണ് ഹാബിറ്ററ്റ്. അതേസമയം ആ ഓർഗാനിസത്തിൻ്റെ സ്പെസിഫിക് പാർട്ടും അതിൻ്റെ അവിടെയുള്ള ആ സ്പെസിഫിക് ഫങ്ഷനും കൂടി ചേരുമ്പോഴാണ് നമ്മൾ പറയുന്നത് നിഷ് എന്ന് പറയുന്നത്. ഹാബിറ്ററ്റും ഫങ്ഷനും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ നിഷ് അഥവാ വാസസ്ഥലം എന്ന് പറയുന്നത് നിഷാണ്. സോ ഒരു ഇക്കോളജിക്കൽ നിഷ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു ഫിസിക്കൽ സ്പേസ് ഉണ്ടായിരിക്കും, അതുപോലെ ഫങ്ഷണൽ റോളും ഉണ്ടായിരിക്കും. ഒരു ഓർഗാനിസത്തിന് ഇക്കോളജിക്കൽ നിഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഹാബിറ്ററ്റ്, ഫിസിക്കൽ സ്പേസ്, അതിൻ്റെ ആ ഒരു ഫങ്ഷൻ, അതെന്താണ്, അതിൻ്റെ ഫങ്ഷണൽ റോൾ എന്താണ് ആ കമ്മ്യൂണിറ്റി. സോ ഫങ്ഷണൽ റോൾ ഇൻ കമ്മ്യൂണിറ്റി, അതുപോലെ ഫിസിക്കൽ സ്പേസും, ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് ഇക്കോളജിക്കൽ നിഷ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിന്. സോ നമ്മൾ പറഞ്ഞ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ഹാബിറ്ററ്റിൽ ഓരോ ഓർഗാനിസത്തിനെയും പല പല ഹാബിറ്ററ്റിൽ നമ്മൾ കാണും. ആ ഹാബിറ്ററ്റിൽ കാണുന്ന ഓർഗാനിസം തന്നെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത ടൈപ്പ് ഓർഗാനിസംസ് ആയിരിക്കും ഈ ഡിഫറെൻ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹാർഷ് ഹാബിറ്ററ്റിലൊക്കെ കാണുന്നത്. സോ ഒരു ഓർഗാനിസത്തിൻ്റെ നിഷ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, അതിൻ്റെ ആ ഹാബിറ്ററ്റും വരുന്നുണ്ട്, അതിൻ്റെ ഫങ്ഷനും വരുന്നുണ്ട്. ഇക്കോളജിക്കലായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്പേസും വരുന്നുണ്ട്, അതിൻ്റെ ഫങ്ഷണൽ റോളും കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. സോ നിഷ് എന്ന് പറയുമ്പോൾ അതിൽ ഫുഡ് റിലേഷൻ വരുന്നുണ്ട്, ഓർഗാനിസത്തിൻ്റെ ഫുഡ് റിലേഷൻസ് വരുന്നുണ്ട്. നമ്മളീ പറഞ്ഞ ബയോട്ടിക് ആയിട്ടുള്ള അങ്ങനത്തെ പ്രിഡേറ്റേഴ്സ് വരുന്നുണ്ട്, അത് അവിടെ എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യണം, ടോളറൻസ് ലെവൽ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അബയോട്ടിക് ഫാക്ടേഴ്സും വരുന്നുണ്ട്. ഇതൊക്കെ അടങ്ങിയതാണ് ഈ നിഷ് എന്ന് പറയുന്നത്. നിഷിൽ അപ്പോൾ ഒരുപാട് വലിയൊരു ഇതാണ്,
ഒരു കോണ്ടെക്സ്റ്റാണ് നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളിങ്ങനെ അനുമാനിക്കുകയാണ് ഒരുപാട് പീരീഡ് ഓഫ് ടൈമിൻ്റെ ആ കാലഘട്ടത്തിലൂടെ ഓരോ ഓർഗാനിസം നാച്ചുറലി സെലക്റ്റഡ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ട് പല പല എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ അഡാപ്റ്റ് ചെയ്തിട്ടാണ് അവരവിടെ സർവൈവ് ചെയ്തത്. അതുപോലെ അവർ ആ പെർട്ടിക്കുലർ ഹാബിറ്ററ്റിൽ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. സോ ത്രൂ എ പീരീഡ് ഓഫ് ടൈം, ഒരുപാട് കാലങ്ങളിലൂടെയാണ്, പീരീഡ് ഓഫ് ടൈമിലൂടെയാണ് ഓരോ ഓർഗാനിസവും നാച്ചുറലി സെലക്റ്റഡായി ഇവോൾവ് ചെയ്ത് അത് അതിൻ്റേതായ രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് അത് ജീവിക്കുന്ന ആ ഹാബിറ്ററ്റിൽ അതിന് സർവൈവ് ചെയ്യാനും അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനും സാധിച്ചത്.